കൊച്ചിയിൽ 10 വയസ്സുകാരി വൈഗയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി ഇന്ന് വിധി പറയും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. വൈഗയെ അച്ഛൻ സനു മോഹൻ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തിയ ശേഷം പുഴയിലേക്ക് എറിയുകയായിരുന്നു. 2021 മാർച്ച് 21-നാണ് പ്രോസിക്യൂഷൻ കേസിന് ആധാരമായ സംഭവം. ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് അമ്മാവനെ കാണിക്കാനാണെന്ന് പറഞ്ഞ് പ്രതി സനുമോഹൻ മകൾ വൈഗയെ കൂട്ടിക്കൊണ്ടുവന്നു. എറണാകുളം കങ്ങടപ്പടിയിലെ ഫ്ളാറ്റിലെത്തിച്ച് മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മൃതദേഹം മുട്ടാർ പുഴയിൽ ഉപേക്ഷിച്ചു. കൊലപാതക ശേഷം മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് പ്രതി സംസ്ഥാനം വിട്ടു. ഗോവ, കോയമ്പത്തൂർ, മൂകാംബിക തുടങ്ങിയിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു. 27-ാം ദിവസം സനുമോഹനെ കർണാടക പോലീസ് കാർവാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. തുടർന്ന് തൃക്കാക്കര പോലീസിന് കൈമാറി. പണം കൊടുക്കാനുള്ളവരെ കബളിപ്പിക്കാനാണ് മകളെ കൊന്നതെന്നും ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു പദ്ധതിയെന്നുമായിരുന്നു സനുമോഹന്റെ കുറ്റസമ്മതമൊഴി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് അനുസരിച്ച് സനുമോഹനെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി. 328 വകുപ്പനുസരിച്ച് കുറ്റകൃത്യത്തിനായി മദ്യം നൽകിയെന്ന കുറ്റം. തെളിവ് നശിപ്പിച്ചതിന് ചുമത്തിയത് 201 വകുപ്പ്. ബാലനീതി നിയമത്തിലെ 75-ാം വകുപ്പ് അനുസരിച്ച് കുട്ടികളോടുള്ള ക്രൂരത, 77-ാം വകുപ്പ് അനുസരിച്ച് കുട്ടിക്ക് മദ്യം നൽകിയ കുറ്റങ്ങളും ചുമത്തി. കേസിൽ 3400 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം സനുമോഹനെതിരെ നൽകിയത്. 98 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ സോമൻ ആണ് വിചാരണയ്ക്ക് ശേഷം വിധി പറയുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനാൽ ശിക്ഷാവിധിയും വിചാരണ കോടതി ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും. റിപ്പോർട്ടർ, കൊച്ചി.